Reach Worldwide. If you ask me the story of Reach Worldwide, it is the story of a man being obedient to the vision of God. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആ ദർശനത്തോട് അതെ എന്ന് പറഞ്ഞ് നിന്ന ഒരു കഥയായിട്ട് വേണേ പറയാം. 21 വർഷം മുൻപ് റീച്ച് തുടങ്ങുമ്പോൾ ഒരു പ്രവർത്തനം തുടങ്ങണമല്ലോ, ഒരു ചാരിറ്റി വേണമല്ലോ എന്നൊന്നും വിചാരിച്ചല്ല. ഒരു കണ്ണിൻ്റെ മുന്നിൽ കണ്ട ഒരു ആവശ്യം, അത് പപ്പായെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുകയും അതിൽ തുടർന്ന് ഒരു പിടി അരി ഒരുപാട് ജീവൻ എന്ന് നമ്മുടെ ഫീഡ് ദ ഹംഗ്രി പ്രോഗ്രാം തുടങ്ങുകയും, ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് stone by stone building into a big organization which is right now. ിൽ കോട്ടയം പട്ടണത്തിൽ ഒരു പിടി അരി 1000 ജീവൻ എന്ന ആപ്തവാക്യവുമായി തുടങ്ങിയ സൗജന്യ ഭക്ഷണ വിതരണം അന്നത്തെ ഗവർണറായ RL ഭാട്ടിയ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 21 വർഷമായി ലോകമെമ്പാടുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന റീച്ച് വേൾഡ് വൈഡ് നാളിതുവരെ 125 മില്യൺ ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ജനനം മുതൽ ഹൃദയ സംബന്ധമായ രോഗവുമായി പ്രയാസപ്പെടുന്ന നിമോദ് എന്ന കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ പേസ് മേക്കർ വെച്ചിരിക്കുകയാണ്. റീച്ചിന്റെ സ്പോൺസർഷിപ്പിലൂടെ പഠിക്കുന്ന അവനെ അച്ഛൻ ഉപേക്ഷിച്ചുപോയി. ഹൃദയ സംബന്ധമായ അസുഖബാധിതനായി വളരെ സീരിയസ് ആയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന നിമോദിന് ആവശ്യമായ ധനസഹായം നൽകി അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എറണാകുളത്തെ റീച്ചിന്റെ പ്രവർത്തകരാണ്. കേരളത്തിനകത്തും പുറത്തുമായി 12,000-ഓളം നിർധനരായ കുട്ടികളെ ചൈൽഡ് സ്പോൺസർഷിപ്പ് പദ്ധതിയിലൂടെ അവരുടെ വിദ്യാഭ്യാസ ചെലവുകൾ ഏറ്റെടുത്തു നടത്തുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തിയ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 25,000 സ്കൂൾ കിറ്റുകൾ ഒരുമിച്ച് നൽകിയതുൾപ്പെടെ ഏകദേശം 5 ലക്ഷം സ്കൂൾ കിറ്റുകൾ കഴിഞ്ഞ 21 വർഷങ്ങൾ കൊണ്ട് നൽകപ്പെട്ടു. 2017 ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിന്റെ ഹൃദയാഗ്രഹ പ്രകാരം ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് പ്ലാസ്റ്റിക് വിമുക്തമാക്കിക്കൊണ്ട് സ്വപ്നസുന്ദര കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 100 കണക്കിന് സ്ഥലങ്ങളാണ് പിന്നീട് മാലിന്യ വിമുക്തമാക്കിയത്. കുമ്പളങ്ങി പഞ്ചായത്തിലെ ഔർ ലേഡി ഓഫ് ഫാത്തിമ സ്കൂളിലൂടെ ആരംഭിച്ച യു ടേൺ എന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നാട്ടകം ഗവൺമെന്റ് കോളേജിലും ബെസേലിയസ് കോളേജിലും അടക്കം കേരളത്തിന്റെ ഒട്ടുമിക്ക ജില്ലകളിലും നടത്തപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലെ സെൻട്രൽ ജയിൽ, അട്ടക്കുളങ്ങര വനിതാ ജയിൽ, കോട്ടയം സബ് ജയിൽ തുടങ്ങി കൊടും കുറ്റവാളികളും ലഹരിക്കേസുകളിലെ പ്രതികളെയുമൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ സാമൂഹിക ക്ഷേമ വകുപ്പും പ്രൊബേഷൻ ഓഫീസുമായി സഹകരിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് റീച്ച് വേൾഡ് വൈഡ് നടത്തിവരുന്നത്. കേരളത്തിലെമ്പാടുമായി 100 തയ്യൽ മെഷീനുകൾ സൗജന്യമായി നൽകി സ്വർഗീയ വിരുന്നു വൈക്കം ഡയോസിസ് മാതൃകയായി. വലിയൊരു കാര്യമാണ് വൈക്കം ഡയോസിസിലൂടെ യേശു ചെയ്തത്. വേറൊന്നുമല്ല, നമ്മുടെ സഹജീവിയോട്, നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ സാധാരണക്കാരായ മനുഷ്യർ എൻ്റെ വാക്കിന് ചെവി തന്ന് അവർ സഹകരിച്ച കാര്യമാണ് ഈ തയ്യൽ മെഷീൻ. കോട്ടയത്ത് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനും എറണാകുളത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഭരണ പ്രതിപക്ഷ MLA-മാരും മേയർമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തു. അഭിനന്ദനങ്ങൾ വൈക്കം ഡയോസിസ്. സെൻട്രൽ ബാംഗ്ലൂരിലെ ഫേസർ ടൗണിനടുത്തുള്ള ഒരു ചേരി പ്രദേശമാണ് പുലികേശി നഗർ. സാമ്പത്തികമായി വെല്ലുവിളി നേരിടുന്ന 200ഓളം കുടുംബങ്ങളാണ് ഈ സ്ഥലത്ത് താമസിക്കുന്നത്. ഓരോ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റുകളാണ് റീച്ച് നൽകിയത്. ഭക്ഷണ അലമാരയിൽ കഴിഞ്ഞ 1500 ദിനങ്ങളായി ഭക്ഷണ പൊതി വിതരണം നടത്തി ആലപ്പുഴ ഡയോസിസിലെ ചാരുമൂട് സഭ മാതൃകയായി. റീച്ചിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സും എല്ലാ സ്പോൺസേഴ്സും യു ആർ വിത്ത് അസ്. നിങ്ങൾ ഫീൽഡിൽ വരുന്നില്ലായിരിക്കും, പക്ഷേ യു ആർ ദെയർ വിത്ത് അസ് വെൻ യു ആർ പാർട്ട്ണറിംഗ് വിത്ത് റീച്ച് വേൾഡ് വൈഡ്. നിങ്ങളിൽ ഓരോരുത്തർ കാണുന്നവർ നിങ്ങളുടെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ, ലെറ്റ് us know.
നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത്, നിങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് റീച്ച് വേൾഡ് വൈഡിന് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ടെങ്കിൽ let us know. Together we can do many things. We have the capacity to do it. Let us ദൈവം തന്നിരിക്കുന്നത് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. It is there with us if we stand together. So let us say yes to that vision of God of when He gave us the name Reach Worldwide. So thank you everyone for standing with us.